നീ ഇതിനിടയ്ക്ക് എവിടെ പോയിരുന്നു? ആശുപത്രിയില്. എന്താ സുഖമില്ലേ? മൂത്രത്തേക്കല്ല. എന്താ പുതുമണവാളിന്റെ മുഖത്തൊരു പരിഭ്രമം? ആഹാ, അപ്പോഴേക്കും നീ ഡ്രസ് മാറിയോ? ഇതാ ചായ. ഞാൻ ചായ കുടിക്കാറില്ല. ഇപ്പഴല്ലേടാ നീ ചോദിച്ചേ? ദിവസം 10 ചായെങ്കിലും കുടിക്കുന്ന ചെറുക്കനാ. ഇതാ പിടിക്കേ. എന്നത്തിനാടാ കണ്ണടാ? പവർ ഗ്ലാസ്സാ. ഓ, ഇത് വെച്ചിട്ട് വലിയ പവർ ഒന്നുമില്ല. ചെറുക്കൻ പൊട്ടക്കണ്ണനാണെന്ന് വല്ലവരും വിചാരിക്കും. ചെല്ല് ചെല്ല്. വേഗം വാ, ആരും കാണണ്ട. എന്നെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് പോലെ. അതുണ്ടാവും. നമ്മള് മുരട്ടകൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മുരട്ടകളാ? ഇരട്ടാന്ന് പറഞ്ഞ 2, മുരട്ടാന്ന് പറഞ്ഞ 3. അല്ല, നിനക്കെന്തൊരു വല്ലായ്മ? എന്നാ പറ്റി? ദാ ഇത് കണ്ടോ, മകളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു പറഞ്ഞ് അമ്മായിച്ചൻ എനിക്ക് അയച്ച ഡൈവേഴ്സ് നോട്ടീസാ. എനിക്ക് എന്റെ ഭാര്യയെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഡോക്ടർ എന്നാത്തിനാ വിഷമിക്കുന്നേ? ആ അനുപമ വന്ന് ഡോക്ടറെ പെണ്ണുമ്പള്ളിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എല്ലാം ശരിയാവത്തില്ലയോ? അതിന് ഞാൻ ചന്ദ്രസേന്റെ വേഷത്തിൽ അങ്ങാടന്ന് പോകേണ്ടി വരും. എങ്കിൽ ഞാനും വരാം. പ്ലീസ് അനുപമ, എനിക്ക് ഒന്ന് കാണണം. അത് ഇന്ന് നടക്കുകയല്ല, 3 മണിക്ക് എന്റെ മനസ്സമ്മതമാ. അത് 3 മണിക്കല്ലേ? കേസ് നാളെ കാലത്ത് കോടതിയിലെത്തും. അതിനു മുമ്പ് എനിക്ക് വേണ്ടി എവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. അതിന് ഡോക്ടർക്ക് വിക്കില്ലേ? സംസാരിക്കാതിരുന്ന വിക്കില്ല. ഞാൻ പോയിട്ട് വരുന്നവരെ മിണ്ടാതിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം. അനുപമയുടെ അവളെ എന്തിനാ വിളിക്കണേ? ആദ്യം നമുക്ക് ഇന്ന് കാര്യം സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? അവിടെ ചെല്ലുക, അവളെ അവിടെ നിർത്തുക. അവൾ എതിർത്താലോ? എതിർത്താൽ അവര് മേനോ മഠത്തിന്റെ തനി സ്വഭാവം അറിയും. ഇതെല്ലാരും കൂടി എങ്ങോട്ടേക്കുള്ള യാത്രയില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കായിരുന്നു. എന്നാ മനസ്സമ്മതത്തിനോ? മനസ്സമ്മതോ? ആരുടെ? അല്ല, അത് എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കൊച്ചിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കൊച്ചിൻ കടന്നു വന്നേ. നിങ്ങൾ കാരണം ഡോക്ടർ ആകെ പ്രശ്നത്തില. അയാളുടെ കെട്ടിയോള് വിവാഹബന്ധം വേർപെടുത്താണോ നോട്ടീസ് അയച്ചിരിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പാവം. ആദ്യം നമ്മുടെ പ്രശ്നം തീരട്ടെ. അതിന് നമ്മൾ തമ്മിൽ എന്നാ പ്രശ്നമുള്ളത്? ഞാനിവിടെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് ഇതിനെ വലിയ ഇഷ്ടമാണെന്ന്. ഇതൊന്ന് സോൾവ് ചെയ്യ്. എനിക്ക് ഉടനെ പോണം, അല്ലെങ്കിൽ പിന്നെ എന്റെ കാര്യം ആകെ പ്രശ്നത്തിലാവുകയെ. അപ്പൊ എന്നോട് ഇന്നലെ ദേഷ്യപ്പെട്ടതോ? ദേഷ്യപ്പെട്ടെന്നോ? ഞാനോ? ഓ, അതപ്പത്തൊരു ചൂടിനങ്ങ് പറഞ്ഞു പോയതാ. മോളെ ക്ഷമിച്ചുകളാ. എന്നോടും. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറുടെ കാര്യം, അല്ലെങ്കിൽ ആ പാവത്തിന്റെ ഡൈവേഴ്സ്. എന്താ കുശുകുശുക്കുന്നത്? എന്താ തന്റെ ഉദ്ദേശം? ഇല്ലാണ്ട ഡോക്ടർക്ക് ചെറിയൊരു പ്രോബ്ലം. ഇത് ചെറിയ പ്രോബ്ലം അല്ല, വലിയ പ്രോബ്ലമാ. ഇവള് ഗർഭിണിയാണ്. ആണോ? കൺഗ്രാചുലേഷൻസ്. കർത്താവേ, ഗർഭോ? അതെ, താനിവളെ കെട്ടണം. അയ്യോ, ഞാനോ? താ കെട്ടിയില്ലെങ്കിൽ പിടിച്ചു നിർത്തി കെട്ടിക്കാൻ ഞങ്ങൾക്കറിയാം. പിടിച്ചു കെട്ടടാ ഇവനെ. കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. എന്നാ പെട്ടെന്ന് കെട്ടണം. അല്ല, അത് അത്ര പെട്ടെന്ന് നോക്കുകയല്ല. എനിക്ക് അമ്മച്ചിയോട് ചോദിക്കണം. അമ്മച്ചിയോട് ചോദിച്ചിട്ടാണോ നീ ഇവളെ? അയ്യോ, അത് ഞാനല്ല. എന്നാ വാ, റൈസാപ്പിൽ പോവാ. അനുപമേ, എങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇത്രയും ഒപ്പിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട. പറയും. ഇപ്പൊ രജിസ്റ്റർമാരെ നടത്താൻ ഒക്കുകയല്ല. ഈ എന്റെ അപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോ അമ്മച്ചി ഒരു നേർച്ച നടന്നായിരുന്നു. എന്റെ കെട്ട് പള്ളിയില്, അല്ല കുടുംബ പള്ളിയില്, അല്ല കുടുംബ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയേക്കാമെന്ന്. എന്നാ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കല്യാണം നടത്താം. വണ്ടി കയറ്. അല്ല, അത് പിന്നെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നാട്ടുകാരെയൊക്കെ വിളിക്കാതെ എങ്ങനെയാ? ഈ പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് പാവമെങ്കിൽ കൊന്നുകളയാലും ഞങ്ങൾ മടിക്കില്ല. മര്യാദക്ക് ഇന്ന് തന്നെ ഉള്ള കഴുത്തിൽ താലി കെട്ടണം. അല്ല, അത് ഞാനും. ഈ കുടുംബത്തിന്റെ മാനം നീ രക്ഷിക്കണം മോനെ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഞങ്ങളുടെ സൽപ്പേര് നീ കളയരുത്. മേനോമഠത്തിന്റെ മാനം നഷ്ടപ്പെട്ട ഞാനും എന്റെ കൊച്ചുമോളും പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ നോക്കി നിൽക്കുന്ന കേരള വണ്ടിയിൽ? എന്നോട് കൂടിയാ പറഞ്ഞത്. വാ ഇവിടെ. കർത്താവേ, എന്റെ മനസ്സമ്മതം. വീട് കൊള്ളാലോ. ഒന്നുമില്ല, വാ. എന്റെ മിശിഹായേ, അമ്മയല്ലേ?
ആ ലാണ്ട് അമ്മച്ചി. വേറെ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാട്ടോ അമ്മച്ചി. അമ്മച്ചി ക്ഷമിക്കണം. മക്കളോട് ക്ഷമിക്കാനല്ലാതെ ഒരമ്മയ്ക്ക് വേറെ എന്താ കഴിയാ? വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. ആ നിങ്ങളിരിക്കും, ഞാൻ ലങ്ങടന്ന് പോയിട്ട് എന്നാ പിടിയാത്. കല്യാണം ഇന്ന് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. സേന എന്താ എടാ ഊവേ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഇത് ശരിയാവില്ല. എന്ത്? കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ കൊണ്ട് ചെറുക്കന്റെ വീട്ടിൽ വേണം എവിടുത്തെ നാട്ടുകിടപ്പാ. കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ പിഴപ്പിക്കാന്ന് പറഞ്ഞാൽ എവിടുത്തെ നാട്ടെടുപ്പാ? അതിന് ഉത്തരവാദി സേനല്ല. അതെനിക്കെങ്ങനെ അറിയാം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സേന. പറഞ്ഞ ഉമ്മ തല്ലുകൊള്ളും, പറഞ്ഞില്ലേ ബാപ്പാനെ പട്ടി കടിക്കും. ആരായി ഉമ്മ, ആരായി വാപ്പ? കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ ഭാരതീയമ്മ നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സേന ഞങ്ങളെ കൊണ്ട് കൊണ്ടുവന്ന്. ഞാൻ അങ്ങനെ നേർന്നത് നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നടന്നോട്ടെ. ഇവന്റെ കാര്യം എല്ലാം എങ്ങനെയാ, ഒന്നിനും ഒരു നേരും അറിയില്ല. കുറച്ചു മുമ്പേ ആരുടെയോ മനസ്സമ്മതത്തിന് പോണോന്നും പറഞ്ഞ് ഇറങ്ങിയവനാ പെണ്ണിനെ കൊണ്ട് വന്ന് നിൽക്കുന്നത്. അത് നേരാ, മനസ്സമ്മതം 3 മണിക്കാ. ഞാൻ ചെന്നില്ലേ നടക്കുകയല്ല. പിന്നെ ഈ കല്യാണം നമുക്ക് എപ്പോ വേണേ നടത്താം, സമയമുണ്ടല്ലോ. പോരെ? പോരാ പോരാ. നീ എന്താ ഈ പറയണത്? നീയല്ലേ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്? അമ്മച്ചി ഞാനും ഒന്നും പറയണ്ട. ഞാൻ സമ്മതിക്കുകയല്ല. നീ ഗോവ വെച്ച് നശിപ്പിച്ച പെണ്ണാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവളെ ഇനിയും മടക്കി അയക്കുകയാണെങ്കിൽ എന്റെ ശവം നീ കാണേണ്ടി വരും. എന്നതാണോ, കോവയോ? ഇനി രക്ഷയില്ല. ശങ്കരനുണ്ണി, നീ പോയി താലിയും മാലയും വാങ്ങിട്ട് വാ. ഞാനും വരാം. എനിക്കൊരു കൊന്തയും കുരിശും വാങ്ങണം. എന്തിന്? അല്ല അത് പിന്നെ എനിക്കൊരു ഷർട്ടും മുണ്ടും വാങ്ങണം. അങ്ങനെയാണ് ഇവന്റെ കൂടെ ശങ്കരനുണ്ടി പോകണ്ട, മോഹനകൃഷ്ണൻ പോയാ മതി. അല്ല അവന്റെ കൂടെ ആയിരുന്നു എനിക്ക് ആ വഴി പള്ളിയിലൊന്ന് കയറായിരുന്നു. വേണ്ട, നിങ്ങൾ ഒരുമിച്ച് പോയാ മതി. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. പള്ളിയിലച്ചനും കപ്പിയാരും ബാൻഡ് സെറ്റും ഊത്തും ശിങ്കാരിമേളവും. നോ എന്തിനെത്ര നേരത്തെ ഒരുങ്ങുന്നേ? എല്ലാരും ഒന്ന് എത്തിക്കോട്ടെ. എല്ലാരും എത്തി, പക്ഷെ മനസ്സമ്മതത്തിന് മസ്റ്റ് ആയിട്ടുള്ള ഒരാളെത്തിയിട്ടില്ല. അതാരാ? താനെന്തോന്നാ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി പുറത്തു പോകുന്നത്? ഓടാ, എനിക്ക് മുറി കയറി ശരിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് നിക്കുന്നേ. എന്നതാ ഇത്? ടെൻഷൻ മൂത്തുവിന് വിൽക്കും തുടങ്ങിയോ? പോയ കാര്യം എന്തായി? അനുപമ സമ്മതിച്ചോ? എന്ത് സമ്മതിച്ചോന്ന്? ആ ഡോക്ടറെ കൂടെ തനിക്ക് വിൽക്കു തുടങ്ങിയോ? ഞാൻ ചന്ദ്രസേന. ഞാൻ കരുതി സണ്ണി ആയിരിക്കുമെന്ന്. അപ്പൊ സണ്ണി എവിടെ? സണ്ണി തന്റെ വേഷത്തില് അനുപമയുടെ വീട്ടിൽ പോയിരിക്കുക. അത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും എന്റെ ഭാര്യ വിശ്വസിക്കുന്നില്ല. ഇനി അനുപമ പറഞ്ഞാലേ അവളുടെ തെറ്റിദ്ധാരണ മാറും. അതൊന്നും നടക്കണ കാര്യമല്ല. അവള് പറയില്ല. പറഞ്ഞില്ലെങ്കിൽ എന്റെ കുടുംബം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനൊരു വഴിയുണ്ട്. കുറച്ച് തൻ്റെ ഇടം ഉണ്ടായാൽ മതി. ഞാൻ തന്റെ ഭാര്യ ഒന്ന് കാണട്ടെ.